പത്രവിശകലനങ്ങളുമായി ഇന്നിപ്പോൾ ഈ ഞായറാഴ്ച നമുക്കിപ്പം ഉള്ളത് നമ്മുടെ VS സനോജാണ്. സനോജ്, ഗുഡ് മോർണിംഗ്. ഇന്നലത്തെ ദിവസം നമ്മളെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തതും നമ്മൾ പുറത്തേക്ക് വിട്ടതുമൊക്കെ നമ്മൾ തൊട്ട് മുൻപ് വരെ കണ്ട തൊഴിൽ പീഡനവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ ആയിരുന്നു. ഇന്ന് പത്രത്തിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വിശേഷങ്ങൾ? പ്രത്യേകിച്ച് മധുര പാർട്ടി കോൺഗ്രസിന് ഇന്ന് കൊടിയിറക്കമാണല്ലോ. അതെ സേതു, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. നമ്മുടെ ന്യൂസ് മലയാളത്തിൻ്റെ പ്രേക്ഷകർക്കെല്ലാം ശുഭദിനം ആശംസിക്കുന്നു. ഞായറാഴ്ചയുടെ ഒരു പ്രത്യേകത അറിയാമല്ലോ, നമുക്ക് സത്യത്തിൽ വാർത്തകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വായിക്കാനൊക്കെ ഉള്ളൊരു ദിവസം കൂടിയാണ്. എനിക്ക് സത്യത്തിൽ ഈ ഞായറാഴ്ച ദിവസം പത്രം അവതരിപ്പിക്കുന്നത് ഇഷ്ടമാണ്. കാരണം വളരെ രസകരമായ വാർത്തകളുണ്ടാവും, ധാരാളം വാർത്തകളുണ്ടാവും. സൺഡേ സപ്ലിമെൻ്റ് ഉൾപ്പെടെ ഒരുപാട് വായിക്കാനുള്ള ദിവസമാണ്. പക്ഷേ നമുക്കിന്ന് സമയപരിമിതിയുണ്ട്. ഈ പറഞ്ഞതുപോലെ നമ്മൾ ബ്രേക്ക് ചെയ്ത വാർത്ത, ഇന്നലത്തെ ആ വാർത്തയാണ് ഇന്ന് പത്രങ്ങൾ വലിയ പ്രാധാന്യത്തോടുകൂടെ കൊടുത്തൊരു ദിവസമാണ് എന്നുള്ളതിൽ നമുക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം. നമ്മളുടെ ഒരു എക്സ്ക്ലൂസീവ് സ്റ്റോറി, അതായത് തൊഴിൽ പീഡനവുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ ആ വാർത്ത എല്ലാ പത്രങ്ങളും വലിയ പ്രാധാന്യത്തോടുകൂടെ നൽകിയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. മലയാള മനോരമയെ സംബന്ധിച്ച് മലയാള മനോരമയുടെ ഒന്നാം പേജിലുള്ള വാർത്ത, പ്രധാനപ്പെട്ട വാർത്ത, നായജീവിതം വീഡിയോ കഴുത്തിൽ ബെൽറ്റിട്ട്, അതിൻ്റെ വീഡിയോ, അതായത് കഴുത്തിൽ ബെൽറ്റിട്ട് നാലുകാലിൽ യുവാവ് എന്ന് പറഞ്ഞ് നായജീവിതം എന്ന പേരിൽ തന്നെ ആ തലക്കെട്ടോടുകൂടെ മലയാള മനോരമ കൊടുത്തിരിക്കുന്നു. അത് മറ്റു പത്രങ്ങളും, മാതൃഭൂമി ഉൾപ്പെടെയുള്ള പത്രങ്ങളെല്ലാം തന്നെ ആ വാർത്ത കൊടുത്തിട്ടുണ്ട്. ഇതൊരു വലിയ പ്രശ്നമാണ്. കേരളത്തെ സംബന്ധിച്ച് വലിയ വ്യവസായ സൗഹൃദ സംസ്ഥാനമാകാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇതുപോലുള്ള സംഗതികൾ നടക്കുന്നു. ഈ മാർക്കറ്റിംഗ് ടാർഗറ്റ് തേക്കാത്തതിന് ഡയറക്റ്റ് മാർക്കറ്റിംഗ് സ്ഥാപനത്തിൽ ജീവനക്കാരനെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് എന്ന തരത്തിൽ തന്നെ മലയാള മനോരമ അടക്കം, മാതൃഭൂമി അടക്കം വലിയ പ്രാധാന്യത്തോടുകൂടെ ആ വാർത്ത നൽകിയിട്ടുണ്ട്. നായയല്ല സാർ, മനുഷ്യനാണ് എന്നാണ് മാതൃഭൂമിയുടെ തലക്കെട്ടിൽ പറയുന്നത്. കൊച്ചിയിൽ ജീവനക്കാർക്ക് ക്രൂരപീഡനം എന്നുള്ള വാർത്ത. ഇത് ഏതാണ്ട് എല്ലാ പത്രങ്ങളും വലിയ പ്രാധാന്യത്തിൽ നൽകിയിട്ടുള്ള ഒരു ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല വാർത്തകളുടെ ദിവസമെന്ന് നമ്മൾ പറയുന്നത് സത്യത്തിൽ ഒരു ഫീൽ ഗുഡ് വാർത്തയെക്കുറിച്ചല്ല കേട്ടോ. പ്രേക്ഷകരെ സംബന്ധിച്ച് അങ്ങനെ നമ്മൾ വിചാരിക്കാം. പക്ഷേ നമ്മളെ സംബന്ധിച്ച്, മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട വാർത്തകളുള്ള ദിവസം, അല്ലെങ്കിൽ വളരെയധികം വാർത്തകളുള്ള, ഏറ്റവും പ്രമാദമായതുൾപ്പെടെയുള്ള വാർത്തകളുള്ള ദിവസമാണ് നമുക്ക് നല്ല വാർത്തകളുടെ ദിവസം എന്ന് നമ്മൾ പറയുന്നത്. ആ അർത്ഥത്തിൽ ഈ വാർത്ത വളരെ പ്രസക്തമാണ്. ഇത് തൊഴിൽ വകുപ്പ് ഏതായാലും ഇടപെട്ടിട്ടുണ്ട് നമ്മുടെ വാർത്തയെ തുടർന്ന്. അതിൽ നടപടികളുണ്ടാകും എന്ന് നമുക്ക് തീർച്ചയായിട്ടും കരുതാം. ഒപ്പം തന്നെ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്, നമുക്കറിയാവുന്നതുപോലെ മധുര പാർട്ടി കോൺഗ്രസ്, CPIഎമ്മിൻ്റെ മധുര പാർട്ടി കോൺഗ്രസ് ഇന്ന് സമാപിക്കാനിരിക്കുമ്പോൾ പാർട്ടി ജനറൽ സെക്രട്ടറി ആരായിരിക്കും എന്നത് സംബന്ധിച്ചുള്ള വാർത്തകൾ മലയാള മനോരമ MA ബേബി ജനറൽ സെക്രട്ടറി ആകുമെന്ന് തന്നെ കൊടുത്തിരിക്കുന്നു. മലയാള മനോരമ അടക്കം എല്ലാ പത്രങ്ങളും ഏതാണ്ട് ഈ സാധ്യതയെക്കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്. മലയാള മനോരമയും മാതൃഭൂമിയും ആ കാര്യത്തിൽ വാർത്തകൾ നൽകിയിരിക്കുന്നു. PBയിലേക്ക് പുതിയ അംഗങ്ങൾ വരാൻ പോകുന്നു. അതായത് വിജു കൃഷ്ണനെയും U വാസുകിയും പോലുള്ള നേതാക്കളുടെ പേരുകൾ വരുന്നു. ഒപ്പം തന്നെ അശോക് ധാവലെ, മഹാരാഷ്ട്രയിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള കർഷക നേതാവ് അശോക് ധാവലയുടെ ഒരു സാധ്യതയെ കൂടി വയ്ക്കുന്നുണ്ട് മാധ്യമങ്ങൾ. എങ്കിൽ കൂടിയും MA ബേബി ജനറൽ സെക്രട്ടറി ആകും എന്ന വാർത്തയ്ക്കാണ്, അല്ലെങ്കിൽ ആ ഒരു സാധ്യതയ്ക്ക് തന്നെയാണ് പത്രങ്ങൾ പ്രാധാന്യത്തോടുകൂടെ കൊടുത്തിരിക്കുന്നത്. മലയാള മനോരമയെ സംബന്ധിച്ച് മറ്റൊരു കാര്യം കൂടെയുണ്ട്. അതായത് ട്രംപിൻ്റെ നികുതി പരിഷ്കാരവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അനാലിസിസ് അവർ വളരെ നന്നായി കൊടുത്തിരിക്കുന്നു. ഒപ്പം വെള്ളാപ്പള്ളി നടേശൻ്റെ മലപ്പുറത്തെ പ്രസംഗം ഇന്നലത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. അത് ക്യാരി ചെയ്തിരിക്കുന്നു. മധുര പാർട്ടി കോൺഗ്രസിൽ തന്നെ ദേശാഭിമാനിയിൽ നോക്കിയാൽ നമ്മുടെ പ്രകാശ് രാജ് ഉൾപ്പെടെ, മാരി ശെൽവരാജ് അടക്കമുള്ള സംവിധായകർ വന്നിരിക്കുന്നു. ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഇന്നത്തെ ഒരു കൗതുകമുള്ള, അല്ലെങ്കിൽ ഒരു വാർത്ത എന്ന് പറയുന്നത്, കുനാൽ കമ്രയുടെ ബുക്ക് മൈ ഷോയുടെ ആർട്ടിസ്റ്റ് ലിസ്റ്റിൽ നിന്ന് മാറ്റം വരുത്തിയിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയുണ്ട്. ദീപിക ഇന്ന് ഈ വാർത്ത, അതായത് RSSൻ്റെ വാർത്തയുമായി ബന്ധപ്പെട്ടാണ്, RSSൻ്റെ ഓർഗനൈസറിൽ ക്രൈസ്തവ സഭയുമായി ബന്ധപ്പെട്ടും വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പരാമർശം, അവർ
രണ്ട് തരത്തിൽ കൊടുക്കേണ്ടി വന്നിരിക്കുന്നവർക്ക്, അതായത് വഖഫിൽ അവർ നേരെ തിരിച്ചാണ് നിലപാടെടുത്തതെങ്കിൽ എഡിറ്റോറിയൽ പേജിലെ ലേഖനമെങ്കിൽ ഒന്നാം പേജിൽ ആ വാർത്ത ക്രൈസ്തവ സഭയ്ക്കെതിരായിട്ടുള്ള RSSന്റെ നിലപാട് കൊടുക്കേണ്ടി വന്നിരിക്കുന്നു. ഈ രീതിയിലുള്ള നിരവധി വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഒരു വാർത്താ രീതി ദീപികയ്ക്ക് ആ ഒരു അവസ്ഥയിലേക്ക് ദീപികയ്ക്ക് എത്തേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ധാരാളം വാർത്തകളുള്ള ദിവസം തന്നെയാണ് ഇന്ന്. പ്രത്യേകിച്ച് ഈ RSS മുഖപത്രത്തിലെ പ്രസ്താവന അവരുടെ ക്രൈസ്തവ സഭയെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ള മട്ടിൽ ദേശാഭിമാനി അടക്കം കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് വഖഫിന് ശേഷം ഇനി അടുത്തത് ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ക്രൈസ്തവ സഭയായിരിക്കുമെന്ന് പറയുന്നു. ഇത്തരത്തിൽ വളരെയധികം വാർത്തകളുള്ളൊരു ദിവസമാണ്, വാർത്താ ദിവസമാണ്. നമ്മൾ ഇന്നലെ ബ്രേക്ക് ചെയ്ത വാർത്തയുടെ അതിൻ്റെ ബാക്കി ഫോളോയിങ് സ്റ്റോറീസ് എല്ലാം വരുന്ന ദിവസമാണ്. ഒപ്പം CPMൻ്റെ തലപ്പത്തേക്ക് PBയുടെ തലപ്പത്ത് MA ബേബി വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ഇന്ന് സമയപരിമിതി ഉണ്ട്, അതുകൊണ്ട് നേരത്തെ തന്നെ നിർത്തുകയാണ്. അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. സേതു.